ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ചക്ക പറിക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചായിരുന്നു, അതായത് ചക്ക മുറിക്കുന്നതിൻ്റെ. അപ്പോൾ നല്ല വരിക്ക ചക്കയായിരുന്നു കേട്ടോ, നല്ല വലിയ ചുളയൊക്കെ ആയിരുന്നു, വലിയ കുരുവൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേയൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ഇനി അട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചക്ക കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കാം. അതിനായിട്ട് വാഴയില പറിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ 2 വാഴയില പറിച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ, കീറിയിട്ട്. പിന്നെ ആ ചക്ക ഞാൻ കുറച്ച് വെള്ളവും വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചക്ക അട ഉണ്ടാക്കുമ്പോൾ ചക്ക വേവിച്ചിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരുമിച്ച് പൊടിച്ച് വെച്ചതാണ്. നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി മതി. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ശർക്കര നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങാപ്പീര അതായത് തേങ്ങ ചുരണ്ടിയത് ചേർക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങാപ്പീര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വാഴയില ഇവിടെ കഴുകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാഴയിലയൊക്കെ കഴുകിയെടുത്തു. വാഴയിലയുടെ വെള്ളം ഒന്ന് തോർന്ന് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ ചക്കക്കൂട്ട് അതിനകത്തേക്ക് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മടക്കിയെടുത്തിട്ട് സ്റ്റീമറിലാണ് കേട്ടോ നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇഡ്ഡലി പാത്രം ഞാൻ എടുത്തില്ല, അതും സ്റ്റീമർ തന്നെയാണ്. പക്ഷെ ഞാൻ സ്റ്റീലിൻ്റെ സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ ഞാൻ പാചകം ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമുക്ക്. അങ്ങനെ എല്ലാ വാഴയിലയിലും ഈ ചക്കക്കൂട്ട് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വാഴക്കച്ചിലാണ്. ഇത് ഞാൻ മുറിച്ചിട്ട് ഈ അട വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കും. അതെന്തിനാണെന്നോ, ഈ വെച്ചിരിക്കുന്ന അട ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ സ്റ്റീം എല്ലായിടത്തേക്കും നല്ലതുപോലെ ഒന്ന് ആകാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഴയിലയുടെ പച്ചക്കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, ഈ അട വെന്തോ ഒന്ന്. അപ്പോൾ ഈ വാഴയിലയിൽ നിന്നും വിട്ടു പോരുമ്പോൾ അട ഇവിടെ റെഡിയായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ അടയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചക്കട ഉണ്ടാക്കുന്നത്. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.